നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പൂവലിൽ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി വൃദ്ധ ദമ്പതികളെ പോലീസ് ഭയപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. പരിക്കേറ്റ ദമ്പതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഓൺലൈൻ റിസർവേഷൻ കാഞ്ഞങ്ങാട്ട് KSRTC ഡിപ്പോയിലും നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതി നടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികം NGO യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സെമിനാർ. പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയാണ് കോടോത്ത് ഗോവിന്ദൻ നായരുടെ ജീവിതമെന്ന് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ പരിപാടി നടന്നു. രാജ്യത്ത് സമഗ്രമായ കർഷക ക്ഷേമ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടന്നു. ക്രിസ്തുമസ് ദിനമടുത്തിട്ടും കേക്ക് വിപണി ഉണർന്നില്ല. നോട്ട് പ്രതിസന്ധി വിപണിയെയും ബാധിച്ചെന്ന വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പൂവലിൽ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി വൃദ്ധ ദമ്പതികളെ പോലീസ് ഭയപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ദമ്പതികൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകി. കാസർഗോഡ് പൂവലിൽ അർദ്ധരാത്രിയോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെട്ട 6 അംഗ സംഘം വീട്ടിൽ കയറി വൃദ്ധ ദമ്പതികളെ മർദ്ദിക്കുകയായിരുന്നു. പൂവൽ സ്വദേശി MK അബൂബക്കർ, ഭാര്യ ആയിഷ എന്നിവരെയാണ് മർദ്ദിച്ചത്. അബൂബക്കറുടെയും ആയിഷയുടെയും മകനായ സുബൈർ അടിപിടി കേസിലെ പ്രതിയായിരുന്നു. സുബൈറിനെ തിരക്കിയാണ് പോലീസ് വീട്ടിലേക്ക് വന്നത്. രാത്രിയിൽ വീട്ടിലെത്തിയ സംഘം കതകിൽ തട്ടി വിളിച്ചപ്പോൾ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് പോലീസ് ടെറസിൽ കയറി മുകളിലെ വാതിൽ ചവിട്ടി തകർക്കുകയും തുടർന്ന് വീട്ടിനുള്ളിൽ കയറി ആയിഷയോട് മകൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈപിടിച്ച് തള്ളി താഴെയിട്ടു. ഞങ്ങൾ പേടിച്ചിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ എല്ലാരും ചുരുണ്ടിട്ടാകുമ്പോ ജനലെല്ലാം തട്ടി വയലെല്ലാം ചവിട്ടി. അന്നും ഞങ്ങൾ പേടിച്ചിട്ട് വെളി കടത്തി മോനെ കടത്തിട്ട് വന്ന് കിടന്ന് യോറ് മീനത്തെ ഹട്ടത്ത് കയറിയിട്ട് എല്ലാം തച്ച് പൊളിച്ച് താഴോട്ട് വന്നിട്ടാകുമ്പോൾ ഒരുത്തൻ്റെ എല്ലാം ഒരുത്തനക്ക് മാത്രം യൂണിഫോം ഉണ്ട്, മറ്റവൻ്റെ കയ്യിൽ വലിയ വടിയും ഉണ്ട്, തലക്കെട്ടും ഉണ്ട്. ഞങ്ങൾ നിരീക്ഷിത് കൊല്ലുന്ന ആൾ വന്ന് കൂക്കിയിട്ട് വരുമ്പോൾ എന്താ തള്ള എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് ഞാൻ വീണ് താഴെ. ബഹളത്തിനിടയിൽ തളർന്നു വീണ 90-കാരനായ അബൂബക്കറിന് കഴുത്തിന് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുത്തു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആയിഷയുടെ മൊഴിയെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞു. പെണ്ണുങ്ങളുടെ മൊഴി ഇതുവരെ എടുത്തില്ല പോലീസ്. ചോദിച്ചാൽ അവർ പറയുന്നു ഒരാളെടുത്താൽ മതി. പിന്നെ ഒരു SIയോട് ചോദിക്കുമ്പോൾ പറഞ്ഞു പെണ്ണുങ്ങളത് വേണ്ട കുറച്ച് പ്രശ്നമായി പോകുമെന്ന് പറഞ്ഞിട്ട് എടുക്കാത്തതെന്ന് പറഞ്ഞു. ഇതുവരെ അവർ വന്നിട്ട് എല്ലാവർക്കും പരാതി കൊടുത്തതിന് ഡൽഹിക്ക് മേനകാഗാന്ധിക്ക് പരാതി കൊടുക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. സംഭവത്തിൽ മേനകാഗാന്ധിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പരാതി കൊടുക്കുമെന്നും ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു. ഓൺലൈൻ റിസർവേഷൻ കാഞ്ഞങ്ങാട് ഡിപ്പോയിലും നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭ അധികാരത്തിൽ വന്നതിനു ശേഷം ജില്ലയിൽ 29 KSRTC ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ഓൺലൈൻ റിസർവേഷൻ കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് ഡിപ്പോയിൽ 23 ബസ്സും കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ 6 ബസ്സുമാണ് പുതുതായി അനുവദിച്ചത്. ജലഗതാഗത വകുപ്പിന്റെ IT ഡിപ്പോയിലെ പ്രശ്നങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച ചെയ്തു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന ബോട്ടുകൾ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവയാണെങ്കിൽ ആ ബോട്ടുകൾ ഇനി എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യാൻ കഴിയുന്ന ബോട്ടുകൾ റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അങ്ങനെ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ആ മേഖലയിലുള്ളവർക്ക് നൽകുന്നതിനെക്കുറിച്ചുള്ള
നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഇപ്പോൾ ഇവിടെ തന്നെ ചേർന്ന യോഗത്തിലൊരു ധാരണയായിട്ടുണ്ട്. ഇന്ന് തന്നെ MLAയുടെ നേതൃത്വത്തിൽ ബാക്കി ചർച്ചകളും പരിശോധനകളും നടക്കുന്നതാണ്. യോഗത്തിൽ MLAമാരായ NA നെല്ലിക്കുന്ന്, K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, KSRTC സോണൽ മാനേജർ സഫറുള്ള, ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, ഇൻസ്പെക്ടർമാർ, കാസർഗോഡ് കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതി നടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതി നടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം പറഞ്ഞു. 2015-16 വർഷത്തെ പദ്ധതിയിൽ 60 പേർക്കാണ് വീട് റിപ്പയറിംഗിനായി 25,000 രൂപ വീതം നൽകിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായതിനാൽ സഹായം നൽകുന്നതിന് 6 മാസത്തോളം കാലതാമസം ഉണ്ടായിരുന്നു. വീടിന്റെ പണി പൂർത്തിയായവർക്ക് കൗൺസിലർമാർ പരിശോധിച്ചാണ് ആനുകൂല്യം നൽകിയത്. ഇതിൽ കുറച്ചുപേർ വീട് റിപ്പയറിംഗ് നടത്തുകയോ പണം കൈപ്പറ്റാൻ എത്തുകയോ ചെയ്യാത്തതിനാൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അർഹതയുള്ളവർക്ക് ആനുകൂല്യം നൽകുകയായിരുന്നു. ഇതിനെയാണ് ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർത്തുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ 200ഓളം രേഖകൾ പിടിച്ചെടുത്തിരുന്നു. വിജിലൻസ് DYSP P. രഘുരാമന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് CI P. ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികം NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സെമിനാർ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ ജാതി ജീർണതയുടെ ഒരു കടുപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണെന്ന്. കേരളമൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ നമ്മൾ കേരളം ആക്കിയതാണ്. ഇതൊരു ഭ്രാന്താലയമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കൂട്ടാക്കാത്ത, ക്ഷേത്ര പ്രവേശനം അനുവദിക്കാത്ത ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ മേഖലയിലെ ആകെ പരിശോധിക്കുമ്പോൾ ഒരു ഭ്രാന്താലയത്തിൻ്റെ രീതിയാണുള്ളത് എന്ന് വെറുതെ പറഞ്ഞതല്ല, വളരെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ഒപ്പം തന്നെയാണ് ശ്രീനാരായണ ഗുരു രംഗത്ത് വരുന്നത്. ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിച്ച് ഒരേ രീതിയിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനം വന്നിരിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണ വേണ്ട അല്ല. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. സലീം അധ്യക്ഷനായി. NGO യൂണിയൻ ജനറൽ സെക്രട്ടറി TC മാത്തുക്കുട്ടി, KT രാധാകൃഷ്ണൻ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി V. ചന്ദ്രൻ, കലാവേദി കൺവീനർ K. ഭാനുപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തര മലബാറിലെ പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസിന്റെ കരുത്തും പൈതൃകവും സൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു അഡ്വക്കേറ്റ് കോടോത്ത് ഗോവിന്ദൻ നായരെന്ന് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. കോടോത്ത് ഗോവിന്ദൻ നായർ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. പൊതുപ്രവർത്തകർക്ക് എക്കാലവും മാതൃകയാക്കാവുന്ന ജീവിതത്തിന് ഉടമയായിരുന്നു അഡ്വക്കേറ്റ് കോടോത്ത് ഗോവിന്ദൻ നായരെന്ന് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. DCCയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അധ്യക്ഷനായി. ഓരോ ഘട്ടത്തിലും വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ചെല്ലുന്നത്, ഞാൻ കയറി ചെല്ലുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പോയില്ലാന്നേ ഉള്ളൂ. എനിക്ക് ഹക്കീമിനോട് പറയാനുള്ളത്, മൂല്യാധിഷ്ഠിതമായി BJPക്ക് ഒരു ഭാഗം വർഗീയ അജണ്ടയും CPMന് ആണെങ്കിൽ രാഷ്ട്രീയ ഫാസിസത്തിന്റെ അജണ്ടയും, അക്രമകാരികളായ 2 പോരാളികൾ ഇരുഭാഗത്തു നിന്നും പോരടിക്കുമ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന സാധാരണപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നും ഒരു തണലായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ ആ അവസ്ഥ പരിപാലിച്ചു കൊടുക്കേണ്ട ധർമ്മമാണ് ഹക്കീമിനെ പോലുള്ള യൂത്ത് പ്രസിഡന്റുമാർ ഏറ്റെടുക്കേണ്ടത്. KPCC നിർവാഹക സമിതി അംഗങ്ങളായ P. ഗംഗാധരൻ നായർ, അഡ്വക്കേറ്റ് MC ജോസ്, DCC ഭാരവാഹികളായ PG ദേവ്, വിനോദ് കുമാർ പള്ളയിൽ വീട്, A. ഗോവിന്ദൻ നായർ, MC പ്രഭാകരൻ, മാമുനി വിജയൻ, KV സുധാകരൻ, M. അസൈനാർ, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് സമഗ്രമായ കർഷക ക്ഷേമ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യത്ത് സമഗ്രമായ കർഷകക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, രാജ്യത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ആദായകരമായ വില നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA നായർ ഉദ്ഘാടനം ചെയ്തു.
മസേനാർ അധ്യക്ഷനായി. ബംഗളം കുഞ്ഞികൃഷ്ണൻ, കെ പി സഹദേവൻ, വി കണ്ണൻ, എം കൃഷ്ണൻ, എം ഗംഗാധരൻ, ആനന്ദഷെട്ടി, വി ഗംഗാധരൻ, എം രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. PF പെൻഷനേഴ്സ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ 29 നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കുവാനും സമ്മേളനം തീരുമാനിച്ചു. നോട്ട് നിരോധനത്തിലെ അപാകതകൾ പരിഹരിക്കുക, സഹകരണ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിസംബർ 29 നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മേലാങ്കുട്ട് വെച്ച് നടന്ന സമ്മേളനം CPIM നേതാവ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. P കുഞ്ഞിരാമൻ അധ്യക്ഷനായി. C ബാലകൃഷ്ണൻ, P നാരായണൻ, M രാമൻ, KV കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ് ദിനം അടുത്തിട്ടും കേക്ക് വിപണിയിൽ മാന്ദ്യം. നോട്ട് ക്ഷാമം വിപണിയെയും ബാധിച്ചതായി വ്യാപാരികൾ. ക്രിസ്മസിന് 4 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ക്രിസ്മസ് ആഘോഷത്തിലെ പ്രധാന ആകർഷകമായ ക്രിസ്മസ് കേക്കിന്റെ വിപണി ഇനിയും ഉണർന്നിട്ടില്ല. നോട്ട് ക്ഷാമമാണ് ഇത്തവണ ക്രിസ്മസ് കേക്കുകളുടെ വിൽപ്പനയ്ക്ക് തിരിച്ചടിയായത്. വിപണിയിലെ മാന്ദ്യം കണക്കിലെടുത്ത് ഇത്തവണ പകുതിയോളം ഉൽപാദനം കുറക്കാൻ ബേക്കറി വ്യാപാരികൾ മുൻകരുതലെടുത്തിരുന്നു. വിവിധ ഇനം ക്രിസ്മസ് കേക്കുകൾ ബേക്കറിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന പ്രകാരം പ്രത്യേകം കേക്കുകളും തയ്യാറാക്കുന്നുണ്ട്. ഇനിയുള്ള 4 ദിവസങ്ങളിലെ കച്ചവടമാണ് പ്രതീക്ഷകൾക്ക് വക നൽകുന്നതെന്ന് ബേക്കറി ഉടമ ബൽരാജ് പറഞ്ഞു. ഈ മോണിറ്റൈസേഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 50 മുതൽ 65% വരെ ബിസിനസ് ഇന്നത്തെ ഈ തീയതി വരെ ആണ് കണ്ടിട്ടുള്ളത്. ഇനിയുള്ള 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ബിസിനസ് കുറവാണ് മൊത്തം ക്രിസ്മസ് വിപണിയിൽ ബേക്കറി ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളത്. ക്രിസ്മസ് അവധിക്കാലം എത്തുന്നതോടെ നഗരത്തിൽ തിരക്ക് വർദ്ധിക്കുമെന്നും ബേക്കറി വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് ആൻഡ് ജലസ്വരാജ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഡിജിറ്റൽ ബാങ്കിംഗ് ആൻഡ് ജലസ്വരാജ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അണങ്കൂർ ശാരദാംബ ഹാളിൽ നടന്ന ശില്പശാല K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി നവംബർ 8-ാം തീയതി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച സമയത്ത് അവർ തന്നെ പറയുന്നത് 8ന്റെ പണിയെന്നാണ്. നമുക്കറിയാം 8ന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? 8ന്റെ പണി കിട്ടിയെന്നാണ് പറയുന്നത്. ആർക്കാണ് 8ന്റെ പണി കിട്ടിയത്? അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ കാസർഗോഡ് ശരിക്കും മനസ്സിലാവും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു സ്ഥലം കാസർഗോഡാണ്. ആർക്കാണ് ശരിക്കും പണി കിട്ടിയത്? ഒരു സമാധാനം കേട്ടു കാസർഗോഡ് നഗരത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ശാന്തമായിരിക്കുന്നതാണ്. കുറച്ചൊന്ന് ശാന്തമായിരിക്കുന്നു. K ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ V രഘുനാഥ്, P രമേശ്, A വേലായുധൻ, രവീശ തന്ത്രി കുണ്ടാർ, P സുരേഷ് കുമാർ ഷെട്ടി, സണ്ണി ആശാരിപ്പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നോട്ട് നിരോധനം ഇടപാടുകാരുടെ ബോധവൽക്കരണത്തിനായി പനത്തടി ബാങ്കിൽ സഹകാരികളുടെ സംഗമം നടത്തി. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇടപാടുകാരെ ബോധവൽക്കരിക്കാൻ പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരികളുടെ സംഗമം സംഘടിപ്പിച്ചു. സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ AV അനിൽകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക രംഗത്ത് ആകെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും പൊതുജനങ്ങളെ, വിശേഷിച്ചും സാധാരണ ജനങ്ങളെ ഏതൊക്കെ തരത്തിലാണ് ഇത് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും. അപ്പം അതുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിൽ കുറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN വിനോദ് കുമാർ അധ്യക്ഷനായി. അസിസ്റ്റന്റ് രജിസ്ട്രാർ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P രാജൻ, പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് PG മോഹനൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K ജനാർദ്ദനൻ, MV കൃഷ്ണൻ, MK മാധവൻ, AK മാധവൻ, കോടത്തു മാധവൻ നായർ, C കുഞ്ഞിരാമൻ നായർ, B ലക്ഷ്മണഭട്ട്, P രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കേരളം പദ്ധതിക്കായി രംഗത്തിറങ്ങും. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 26-ാം വാർഡ് ADS യോഗം നടന്നു. ഹരിത കേരളം പദ്ധതിയുടെ വിജയത്തിനായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കാഞ്ഞങ്ങാട് നഗരസഭയിലെ 26-ാം വാർഡ് ADS യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KK ഗീത അധ്യക്ഷയായി. ADS പ്രസിഡന്റ് ജ്യോതി സംസാരിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി DYFI പ്രവർത്തകർ പടന്നക്കാട്ടെ പൊതുകുളം ശുചീകരിച്ചു. DYFI കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയാണ് ശുചീകരണത്തിനായി രംഗത്തിറങ്ങിയത്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി DYFI കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി പടന്നക്കാട് കൃഷ്ണപിള്ള നഗറിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. മാലിന്യം നിറഞ്ഞ കുളം DYFI പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശുചീകരിക്കാനായി. നഗരസഭാ ചെയർമാൻ VV രമേശൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
അനീഷ് മുത്തപ്പനാർക്കാവ് അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ, ഗിനീഷ് വെള്ളിക്കോത്ത്, എ ശബരീശൻ, കുമാരൻ, എൻ പ്രിയേഷ്, ജിജു പടന്നക്കാട്, വൈശാഖ ശോഭനൻ എന്നിവർ നേതൃത്വമേകി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുടക്കമിട്ടു. വാർത്തകൾ തുടരുന്നു. പരവനൊടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ NSS യൂണിറ്റ് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം വിദ്യാനഗറിലെ കാസർഗോഡ് പ്ലാസ്റ്റിക്സിന് കൈമാറി. ഇതോടെ രണ്ടാം ഘട്ട പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയായി. പരവനൊടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ NSS യൂണിറ്റ് സമീപ പ്രദേശത്തെ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യമാണ് വിദ്യാനഗർ കാസർഗോഡ് പ്ലാസ്റ്റിക്സിന് കൈമാറിയത്. പ്ലാസ്റ്റിക് വിമുക്ത ഭൂമി എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് MRSലെ NSS യൂണിറ്റ്. വാർഡ് മെമ്പർ രേണുക ഭാസ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്നിടവിട്ടുള്ള ആഴ്ചകളിലാണ് NSS വളണ്ടിയേഴ്സ് പ്ലാസ്റ്റിക് ശേഖരണം നടത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 5ാം വാർഡിലെയും കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെയും ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആസ്മ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 5ാം വാർഡിന്റെയും കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെയും ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ എൽ സുലൈഖ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ 5ാം വാർഡിന്റെയും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെയും ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ സൗജന്യ ആസ്മ തീവ്രത രോഗ നിർണയ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്ലബിന്റെയൊക്കെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാമ്പുകൾ ഒരു കൗൺസിലറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വാർഡിലുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യാനുസരണം തന്നെ അവർക്ക് ഏറ്റവും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ വാർഡുകളിലും വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിലേറെ വ്യത്യസ്തമായ ഒരു ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ HR ശ്രീധരൻ അധ്യക്ഷനായി. ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് മുരളീകൃഷ്ണ HS, മുരളീധരൻ P, ശങ്കര ഹെഗ്ഡെ, HP ശാന്താറാം, PV രാജേഷ്, സതീഷ് K തോമസ്, അനിൽ N തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച പത്രപ്രവർത്തകരുള്ള പുരസ്കാരം നേടിയ മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. കല്ലഞ്ചിറയിലെ ഗോപാലകൃഷ്ണനുള്ള ചികിത്സാ സഹായം ക്യാമ്പിൽ വെച്ച് വിതരണം ചെയ്തു. തെരുവത്ത് അറയിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കാഞ്ഞങ്ങാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തെരുവത്ത് GLP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. തെരുവത്ത് അറയിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കാഞ്ഞങ്ങാട് അഹല്യ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തെരുവത്ത് GLP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VB രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാഘവൻ, A പ്രണവ്, പ്രഭാകരൻ വാഴുന്നവടി തുടങ്ങിയവർ സംസാരിച്ചു. മടിക്കൈ കൊരവിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യംകെട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഒരായുഷ്കാലത്ത് അപൂർവമായി മാത്രം ലഭിക്കാറുള്ള നിയോഗത്തെ കൈമൈ മറന്ന് വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മടിക്കൈ ഏച്ചിക്കാനം ഗ്രാമവാസികൾ. മടിക്കൈ പെരിയാങ്കോട്ട് ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ കൊരവിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വീണ്ടും വയനാട്ടുകുലവൻ തെയ്യംകെട്ട് അരങ്ങേറുകയാണ്. മാർച്ച് 7 മുതൽ 9 വരെ തീയതികളിലായിട്ടാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം അരങ്ങേറുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് എല്ലാ ശ്രമങ്ങളും നടത്തി നമ്മൾ ഏറ്റവും ഉചിതമായ ഏറ്റവും ഗംഭീരമായ ഒരു തെയ്യംകെട്ട് ഉത്സവമാണ് കൊരവിൽ നടന്നത്, ചേച്ചിക്കാനത്ത് നടന്നത്, മടിക്കയിൽ നടന്നത് എന്ന് വരുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഏകോപിച്ച് ഒത്തൊരുമിച്ച് നമ്മൾ കൊണ്ടാടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഈ ശ്രമം എല്ലാ രീതിയിലും ശ്ലാഘനീയമാണ് എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഓലമെടയിൽ നടന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഓലമെടയിലിന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ മടിക്കൈ കമാരൻ, വർക്കിംഗ് ചെയർമാൻമാരായ C രാജൻ പെരിയ, മടത്തനാട്ട് രാജൻ, അനിൽ നീരളി, ജനറൽ കൺവീനർമാരായ MC വിജയൻ നായർ, E കൃഷ്ണൻ, B നാരായണൻ, സുകുമാരൻ കാണാത്ത്, AC ധനഞ്ജയൻ നമ്പ്യാർ തുടങ്ങിയവർ നേതൃത്വമേകി. ചിത്താരി കല്ലിങ്കാൽ കടവത്ത് വീട് തറവാട് കുടുംബസംഗമം നടന്നു. വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ചിത്താരി വിഷ്ണുചാമുണ്ടേശ്വരി ദേവസ്ഥാന പരിധിയിലെ 8 അവകാശികളിൽ പ്രമുഖ സ്ഥാനമുള്ള കല്ലിങ്കാൽ കടവത്ത് വീട് തറവാട്ടിലെ കുടുംബസംഗമം നടന്നു. 2017 മാർച്ച് 23 മുതൽ 26 വരെ തീയതികളിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കുടുംബ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം CK നാരായണ പണിക്കർ
അദ്ദേഹത്തിൻ്റെ തനതായ ഭാഷയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും ചെയർമാനാകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ ഞാൻ ഈ തറവാട്ടംഗങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് ആരോഗ്യകരമായ ചില ഇടക്കാലത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് നേരത്തെ പ്രസംഗിക്കുന്നത് ഞാൻ റെയിലിൻ്റെ അക്കരയ്ക്ക് കേട്ടു. സാമ്പത്തികവും അതുപോലെ തന്നെ ആൾക്കൂട്ടവും പോരാ, അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരൻ മുഖ്യാതിഥിയായി. CK നാരായണപ്പണിക്കർ വിഷയം അവതരിപ്പിച്ചു. അനന്തൻ നെല്ലിക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷനായി. TV ശ്രീധരൻ, P കുഞ്ഞാമൻ, KP ശശിധരൻ, P രാജൻ, KV നാരായണൻ, VV നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിലെ കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. യാദവ സമുദായത്തിലെ പ്രധാന കഴകമായ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. 5 യൂണിറ്റുകളിൽ നിന്നായി കലവറ ഘോഷയാത്രകളെത്തി. കുളങ്ങര നാഗാംബിക ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലവറ നിറക്കൽ ഘോഷയാത്രകൾ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തും. രാത്രി 9:30 പച്ചിക്കാരൻ ബാബു അവതരിപ്പിക്കുന്ന മാജിക് ഷോയും അരങ്ങേറും. 22, 23 തീയതികളിലും കളിയാട്ടം നടക്കും. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട ഉത്സവത്തിന് തുടക്കം. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയെത്തി. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രപരിധിയിലെ 7 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി 21 രാവിലെ 9 മണിക്ക് അടുക്കത്ത് ചാമണ്ടിയും തുടർന്ന് വിഷ്ണുമൂർത്തി മുളവന്നൂർ ഭഗവതി അമ്മ തെയ്യങ്ങളും കെട്ടിയാടും. രാത്രി 11 മണിക്ക് തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. 22, 23 തീയതികളിലും കളിയാട്ടം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പൂവലിൽ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി വൃദ്ധ ദമ്പതികളെ പോലീസ് ഭയപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. പരിക്കേറ്റ ദമ്പതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഓൺലൈൻ റിസർവേഷൻ കാഞ്ഞങ്ങാട്ട് KSRTC ഡിപ്പോയിലും നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അഴിമതി നടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികം NGO യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സെമിനാർ. പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയാണ് കോടോത്ത് ഗോവിന്ദൻ നായരുടെ ജീവിതമെന്ന് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ പരിപാടി നടന്നു. രാജ്യത്ത് സമഗ്രമായ കർഷക ക്ഷേമ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടന്നു. ക്രിസ്തുമസ് ദിനം അടുത്തിട്ടും കേക്ക് വിപണി ഉണർന്നില്ല. നോട്ട് പ്രതിസന്ധി വിപണിയെയും ബാധിച്ചെന്ന വ്യാപാരികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.